ഇല്ല, ഞാൻ ബേസിക്കലി ഭയങ്കര മടിയനാണ്. അപ്പോൾ എനിക്ക് ആ മടിയുള്ള ആൾക്കാർക്ക് അറിയാം. അവർക്ക് അങ്ങനെ വെറുതെ ഇരിക്കാനായിരിക്കും ഇഷ്ടം. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ മുമ്പ് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഈ പബ്ലിക് റിലേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആളുകൾ തീരെ മര്യാദയില്ല. ഞാൻ പല ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ള സിവിക് സെൻസ് ഇല്ല, ആ ഒരു കൾച്ചേഴ്സ് മാനേഴ്സ് ഇല്ല. അപ്പോൾ വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം അത് മെൻ്റലി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ടൊക്കെ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പഠിക്കുന്ന സമയത്ത് നമ്മൾ പുറത്ത് പോകണം, ജോലി ചെയ്യുന്ന സമയത്ത് പുറത്ത് പോകണം, ബസ്സിൽ കയറണം. ഒരു പോസ്റ്റ് കോവിഡ് പീരീഡ് കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ ഞാൻ പിന്നെ ബസ്സിലും പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് പുറത്ത് ആളുകളായിട്ട് ഇപ്പോൾ ഡ്രൈവിങ് ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര മോശം ഡ്രൈവിങ് 90% ആവുന്നു. ആ ഡ്രൈവിങ് അറിയില്ല, ലൈസൻസ് വെറുതെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമുണ്ട്. പിന്നെ ആളുകൾ തിയേറ്ററിൽ തന്നെ ഞാൻ ഭയങ്കര ചൂസ് ചെയ്യാനുള്ള തിയേറ്ററിലേ പോകാറുള്ളൂ. ഈ ടിക്കറ്റ് ചാർജ് കുറഞ്ഞ തിയേറ്റേഴ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനർത്ഥം അതായത് പണക്കാരല്ലാത്ത ആളുകൾ മോശക്കാരെന്നുള്ളതല്ല, വലിയ ക്രൗഡ് വരുന്നപ്പോൾ കോഴിക്കോട് രാധാ തിയേറ്റർ, കൈരളിയിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ്. കുറേ ആൾക്കാർ വെറുതെ കാര്യം വരും, സിനിമയ്ക്ക് വരുന്നതല്ല. എന്നിട്ട് ഫാമിലിയൊക്കെ ബസ് ലേറ്റായാലും വരും, എന്നിട്ട് കുട്ടികൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുക്കും. ചിലപ്പോൾ മലയാളീസ് തന്നെ ആയിരിക്കില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പിന്നെ സീറ്റിൽ ചവിട്ടുക, നിങ്ങൾക്ക് അറിയാലോ തിയേറ്ററിലെ പ്രശ്നം അറിയാലോ. ഫോൺ യൂസ് ചെയ്യുക, ലൈറ്റ് അടിക്കുക, ഗെയിം കളിക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. ഇവരെപ്പോൾ ഇടിക്കാനും പറ്റില്ല, അതിനടുത്ത കേസാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് ചെയ്യാറ്. ഈ ഇപ്പം അശ്വന്ത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പം അശ്വന്ത് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ആൾക്കാർ ശരിയല്ല, സംസാരം ശരിയല്ല, സിവിക് സെൻസ് ഇല്ല, വണ്ടി ഓടിക്കാൻ അറിയില്ല, മൊത്തത്തിൽ അശ്വന്ത് കാണുന്ന എല്ലായിടത്തും ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ആൾക്കാരുടെ പ്രശ്നമാണോ അശ്വന്തിന്റെ പ്രശ്നമാണോ? ചുറ്റുമുള്ള എല്ലാവർക്കും ഈ ഓടുന്ന സിനിമയിലൊരു സീനുണ്ട്, എന്റെ കൂടെയുള്ള 48 പേർക്കും വഴിതെറ്റി, അപ്പം നിങ്ങൾക്കാണോ തെറ്റി? അല്ല, ഞാൻ പെരിയസ്വാമി, എനിക്ക് തെറ്റില്ല എന്ന് പറയുന്ന പോലെ. അത് അശ്വന്തിന്റെ ഇഷ്യൂ ആയിരിക്കില്ലേ? അല്ല, അത് പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറും. നിങ്ങൾക്ക് അങ്ങനെ പറയാം, എൻ്റെ ഇഷ്യൂ ആണെന്ന് പറയാം, ഞാൻ നിങ്ങളെ ഇഷ്യൂ ആണെന്ന് പറയാം. അത് പെർസ്പെക്റ്റീവ് ചേഞ്ച് അല്ലേ. അപ്പോൾ ആൾക്കാർ പറയാം, ഞാൻ ചോദിച്ചത് അതല്ല ഞാൻ പറയാം. അപ്പോൾ എനിക്കില്ലല്ല, എൻ്റെ പ്രശ്നമല്ല. ആൾക്കാർ മര്യാദ ഇല്ല എന്നുള്ളൊരു ഫാക്റ്റാണ്. നിങ്ങളൊന്ന് റോഡ് ഇറങ്ങി വണ്ടി ഓടിച്ച് നോക്ക്, അപ്പോൾ മനസ്സിലാവും ആൾക്കാർ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാർ വണ്ടി ഓടിക്കാൻ നോക്ക്, തിയേറ്ററിൽ മറ്റുള്ള രാജ്യത്തെ ആൾക്കാർ ഇങ്ങനെ പോട്ടെ. ഒരു പബ്ലിക് ഫംഗ്ഷൻ എങ്ങനെ ആൾക്കാർ, ഒരു പ്രസംഗം ആൾക്കാർ എങ്ങനെ കേൾക്കുന്നത്? പ്രസംഗം വരെ കേട്ടോണ്ടിരിക്കുമോ? എൻ്റെ കൂവി ഓടിക്കുകയും കൈ അടിക്കുകയും ചെയ്യുമല്ലേ. ഒരു കോൺസേർട്ട് വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, വളരെ റെയറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് എൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ആൾക്കാരെ പ്രശ്നം തന്നെ. സ്കൂളും കോളേജൊക്കെ പ്രാസംഗികനായിരുന്നോ? എനിക്ക് ഭയങ്കര എക്സ്ട്രീം സ്റ്റേജ് ഫിയറുള്ള ആളാണ്. വിറയ്ക്കും ഞാൻ സ്റ്റേജ് കയറിയാൽ. ഇപ്പോഴും വിറയ്ക്കും. ഞാൻ പബ്ലിക് ഫംഗ്ഷൻസും പോകാറില്ലല്ലോ. പിന്നെ അത്രയും വല്ല എന്താ പറയുക, എക്സെപ്ഷണൽ ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്താണെങ്കിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. വിറയ്ക്കുന്ന വെച്ചാൽ ആൾക്കാർക്ക് എൻ്റെ വിറയിൽ കാണില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ സ്റ്റേജ് ഫിയർ അങ്ങനെയാണല്ലോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അങ്ങ് മാറും. പിന്നെ എനിക്ക് നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റൂല. അത് കോൺഫിഡൻസിന്റെ പ്രശ്നമുണ്ടെന്നോ? കോൺഫിഡൻസ് ഒരു സ്റ്റേജ് ഫിയർ ഉള്ളവർക്ക് നിന്ന് സംസാരിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ട് ഒരു ആളുകളെ കയ്യിലെടുത്ത് സംസാരിക്കുക, അതെനിക്ക് പറ്റൂല. അല്ലാതെ ഇപ്പോൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയും. അല്ലെങ്കിൽ ഒരു ഇപ്പം നടക്കുന്ന പരിപാടികളുണ്ടല്ലോ, ഫെസ്റ്റിവൽസ്, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ഫിലിം, അതിൽ ഇരുന്നിട്ട് നമ്മൾ ഒരു ആങ്കർ 3 ആൾക്കാർ ഇരുന്ന് സംസാരിക്കൂലേ, അതെനിക്ക് ഓക്കെയാണ്. അതെനിക്ക് ഓക്കെ. അല്ല, ഒറ്റയ്ക്ക് എൻ്റെ തലയിലാക്കിയിട്ട് ഞാൻ നിന്ന് സംസാരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് കംഫർട്ടബിൾ അല്ല, ഞാനതിന് ഓക്കെ അല്ല. ഈ സിനിമ റിവ്യൂ, ഇപ്പൊ പ്രൊമോഷൻ ഇന്റർവ്യൂസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നടക്കുന്നുണ്ട്. അത് തന്നെ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് കണ്ടിന്യൂസ് നടന്നത്, അത് തന്നെ ആൾക്കാർക്ക് മടുത്തു തുടങ്ങി. ഇപ്പം സിനിമാക്കാർക്കും മടുത്തു തുടങ്ങി, ആൾക്കാരും കണ്ട ഒരേ പരിപാടികൾ തന്നെ റിപ്പീറ്റഡ്ലി പൊക്കോണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതിന്റെ ഒരു കാലഘട്ടം ഒരു പക്ഷേ അധികം നാളത് മുമ്പോട്ട് പോകാതെ മറ്റൊരു സ്റ്റേജിലേക്ക് എത്തിയേക്കാം. ഈ റിവ്യൂവിന്റെ ഒരു ഭാവി എന്താണ്? ഏതൊരു കാലഘട്ടം വരെ റിവ്യൂ ചെയ്ത് മുമ്പോട്ട് വന്നിട്ട്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റേ പേഴ്സണൽ റിവ്യൂസ് ആണോ അതോ സിനിമയുടെ റിവ്യൂ ചെയ്ത്? മറ്റേ പ്രോഗ്രാമിനെ കുറിച്ചല്ലല്ലോ. ഏത് പ്രോഗ്രാം? അല്ലെങ്കിൽ സിനിമ പ്രൊമോഷൻ പ്രോഗ്രാം. ഞാൻ എക്സാമ്പിൾ പറയാം. പ്രൊമോഷൻ എന്ന് വെച്ചാൽ ഒരു സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു സിനിമയുടെ 10 ഇന്റർവ്യൂ കൊടുക്കുന്നു. അതിങ്ങനെ വന്ന് നടന്മാർക്കും മടുത്തു, ടെക്നീഷ്യന്മാർക്കും മടുത്തു, ഓഡിയൻസിനും കാണുന്നുണ്ട് മടുത്തു. ഏതോ 1-2 മനസ്സിലായി. അത് ഗ്രാജുവലി ഗ്രാഫ് താഴേക്കാ പോണേ. അതുപോലെ തന്നെ റിവ്യൂവിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ്? സിനിമ എന്നും കാണും, പക്ഷേ റിവ്യൂവിന്റെ ഒരു ഭാവി എന്തായിരിക്കും? എത്ര വർഷം ഇതേപോലെ പോകാൻ പറ്റും? അതെ, അത് ഞാൻ പറയാം. അതായത് ഈ സിനിമ റിവ്യൂസിന് പ്രത്യേകത ഉണ്ട്. കാരണം ഇറ്റ്സ് ബേസ്ഡ് ഓൺ സിനിമാസ്. അപ്പോൾ സിനിമ ആളുകൾ ഇഷ്ടപ്പെടുന്നിടത്തോളം കാലം, സിനിമ ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ഇരിക്കുന്നിടത്തോളം കാലം റിവ്യൂസിനും അതേ വ്യൂസും പ്രസക്തിയുണ്ട്. പക്ഷേ അത് ആളുകൾ മാറിയേക്കാം. ഇപ്പം ഞാൻ വരുന്നതിന് മുമ്പേ ഇവിടെ സുധീഷ് പൈനൂരൊക്കെ വലിയ കുട്ടി റിവ്യൂർ ആയിരുന്നു. പക്ഷേ പുള്ളി ഇപ്പം ജോലി തിരക്ക് കാരണോ അല്ലാതൊന്നും മൺസൂൺ മീഡിയനാണ് സുധീഷ് പൈനൂർ. അപ്പോൾ പുള്ളിക്കൊന്നും ഇപ്പോൾ വലിയ റീച്ചില്ല എന്ന് മാത്രമല്ല പുള്ളി അങ്ങനെ ടൈംലി ആയിട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ജോലി ഉണ്ടോ എനിക്കറിയാം.
അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് ഉണ്ണി ഗംഭീരമായിട്ട് റീച്ച് അടിച്ച് പോയിക്കൊണ്ടിരുന്ന. അപ്പോൾ അങ്ങനെ ഓരോ സമയത്ത് ഓരോ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ വന്നിപ്പോൾ കുറച്ചേരം ഞാൻ നിൽക്കുന്നുണ്ട്. ഇനി എന്നെക്കാളും താല്പര്യമുള്ള ആളുകൾക്ക് താല്പര്യമുള്ള റിവ്യൂർ വന്നു കഴിഞ്ഞാൽ എൻ്റെ റീച്ച് സ്വാഭാവികം കുറയും. ഇപ്പോൾ റിവ്യൂസ് എന്തായാലും ഉണ്ടാവും, ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നല്ലോ. കാരണം സിനിമ എന്നും ഇങ്ങനെ സ്വയം നവീകരിച്ച് പോകുന്ന ഒരു മാധ്യമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ ആൾക്കാർക്ക് ഇത്രയും കാര്യമായിട്ടും എടുത്തിട്ടുണ്ടോ? ഇല്ല. പാട്ടുകൾ ആൾക്കാർക്ക് എടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫുഡ് ബ്ലോഗേഴ്സൊക്കെ വൺ ഡൗൺ ആയി. ഫുഡ് ബ്ലോഗിങ് ഇനി ഇനി എന്ത് ഫുഡ് ഇവിടെ ഉണ്ടാക്കി കാണിക്കണ്ടേ? കണ്ടതന്നെ വീണ്ടും കാണുന്നതല്ലാതെ എക്സൈറ്റ്മെന്റ് പോയി ആൾക്കാർക്ക്. ഹോട്ടലിൽ പോയിട്ട് ഇപ്പം മൃണാളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സാധനം ഉണ്ടല്ലോ, ഹോട്ടലിൽ പോയിട്ട് പണ്ട് രാജ് കലേഷ് ഒക്കെ ചെയ്തുകൊണ്ട് അതന്നെ റെസ്റ്റോറൻറ്റ്സ് പോയിട്ട് ഇത് ഫുഡ് അടിച്ചിട്ട് അതിനിപ്പം വലിയ വ്യൂസ് ഇല്ല. പക്ഷെ പഴയത് ഞാനിപ്പോഴും കാണാറുണ്ട് മൃണാളിൻ്റെ ഒക്കെ. പക്ഷേ പുതിയ വീഡിയോ വരുന്നുണ്ടോ എന്ന് നോക്കി അങ്ങനെ കാണാറില്ല. ഇപ്പം ഫിറോസ് ചുട്ടിപ്പാറേൻ്റെ ഒക്കെ മടുത്ത് പുള്ളി വലിയ മറ്റേ ഇത് വലിയ ഹെവി സാധനങ്ങൾ കുക്ക് ചെയ്യല്ലോ, ഒരു പോത്തിനെയൊക്കെ ഒന്നിച്ച്, അത് കണ്ടു മടുത്ത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഇതൊക്കെ മടുത്ത്. അപ്പോൾ ഇതെനിക്ക് സിനിമ ബേസ്ഡ് ഓൺ സംതിങ് എൽസ് അല്ലേ. അപ്പോൾ സിനിമ റിവ്യൂസിന് മടുക്കൂല, ആൾക്കാരെ മടുക്കുമായിരിക്കും, പക്ഷേ റിവ്യൂസ് മടുക്കൂല. എല്ലാ സ്ഥലത്തും ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഇപ്പം എല്ലാവരും ബ്ലൂ സട്ടേനൊക്കെ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നില്ലേ, മടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വ്യൂസ് വരില്ലല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ മംഗളം എന്ന് പറഞ്ഞ മാഗസിനില് ഗാനതർപ്പണം എന്ന് പറഞ്ഞൊരു പങ്ക്തി ഉണ്ടായിരുന്നു. അറിയാം. TP ശാസ്ത്രമംഗലം. ഞാൻ ആദ്യമായിട്ട് വായിച്ചൊരു റിവ്യൂ അതാ. അദ്ദേഹം പാട്ടിന്റെ വരികളെ കൊല വിളിച്ചെഴുതും. അപ്പം പക്ഷെ അദ്ദേഹത്തിന്റെ പേര് പോലും പലയിടത്തും പരാമർശിക്കപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ റിവ്യൂവിന് ഇപ്പൊ പഴയ പോലെ പാട്ടിനെ ഇന്ന് ആര് റിവ്യൂ ചെയ്യുന്നു? എന്നാലും പാട്ടിപ്പോ ഉണ്ടോ? പാട്ട് ആൾക്കാർ കേൾക്കാറുണ്ട്. അല്ല, വേറെ കക്ഷിയുണ്ട്, പുള്ളിയുടെ പേരെന്തെന്ന് പറഞ്ഞു, പാട്ട് വർത്താനം TP ശാസ്ത്രമംഗലം അല്ല, ഇപ്പം വേറെ കക്ഷിയുണ്ടെന്ന് പാട്ട് വർത്താനം ചെയ്യുന്നത്, ദിവാഗ്. പക്ഷെ റിവ്യൂ അല്ല ചെയ്യുന്നത്. അല്ല, പക്ഷെ പുള്ളിയുടെ ഇതിന് വ്യൂസ് ഉണ്ട്. അത് കാലഘട്ടം മാറിയില്ലേ, എഴുത്തല്ലല്ലോ ഇപ്പം. പറയുന്നതിന് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. പറയുന്ന ആളുകൾക്ക് കണ്ടിരിക്കാൻ തോന്നണം വീഡിയോ കാണുമ്പോഴേ. എഴുത്ത് നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പാട്ടിനെ റിവ്യൂ ചെയ്യുക, പോസ്റ്റ്മോർട്ടം ചെയ്യുകയല്ല. ദിവ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് അതിന്റെ അർത്ഥങ്ങൾ പറയാറുണ്ട്. പുള്ളിയാണ് മറ്റേ ഇതിലെ തെങ്കാശിപ്പട്ടണത്തിൽ അതൊക്കെ ഡീകോഡ് ചെയ്തത്. അതുപോലെ തന്നെ എ റഹ്മാന്റെ യോധയിലൊക്കെ അതെ, പുള്ളി എനിക്കറിയാം. അപ്പൊ പുള്ളിക്ക് വ്യൂസ് ഉണ്ട്. അതായത് കാലം മാറുന്നതനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നടക്കൂല. ഇപ്പൊ TP ശാസ്ത്രമംഗലം ഇപ്പൊ ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിയുടെ ഒരു സ്റ്റൈൽ അതായിരിക്കുമല്ലോ. പുള്ളിയുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രസംഗമായിട്ട് എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സാധ്യതയില്ല. ആൾക്കാർ മാറി വരും. ഈ സംഭവം ഇവിടെ തന്നെ ഉണ്ടാവും. അതെ. ആ സിനിമ റിവ്യൂവിന്റെ കാര്യത്തിലാണ്. ഇതിനിപ്പോ പുതിയൊരാൾ വന്നിട്ട് ഫുഡ് വ്ളോഗ് ആയിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ലോകത്ത് ആരും കഴിക്കാത്ത ഭക്ഷണം കാണിക്കേണ്ടി വരും. അത് പോയിന്റാ.